എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല അനുവദിച്ച മന്ത്രിസഭാ തീരുമാനത്തിനെതിരെയുള്ള എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഗാന്ധി ദർശൻ സമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി. രക്തസാക്ഷി മണ്ഡപത്തു നിന്നും ആരംഭിച്ച മാർച്ച് KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. ബ്രൂവറി കമ്പനിയെ വേറൊരു ലേബലിൽ വീണ്ടും പുതുതായി പ്രവൃത്തി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി വളരെ ആസൂത്രിതമായി ആരും അറിയാതെ ഒയാസിസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ വ്യവസായികളുടെ നിരയിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട പഞ്ചാബിലും ഹരിയാനയിലും മദ്യക്കമ്പനികൾ തുടങ്ങി ഏറ്റവും കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് രഹസ്യമായി എഥനോൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസാണ് എന്നുള്ള വ്യാജേന ബ്രൂവറിക്കുള്ള അനുമതിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. പ്രസിഡന്റ് M. ഷാജു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കംപുറം, DCC ജനറൽ സെക്രട്ടറി ഡോക്ടർ അർസലൻ നിസാം, രാജൻ മുണ്ടൂർ, പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ, T. രാജൻ, V. മോഹനൻ, K. അബ്ദുൽ അസീസ്, M. മുരളീധരൻ, CBS മേനോൻ, M. ബാബു, ഗോകുൽദാസ്, ജമാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കലക്ടറേറ്റിന് മുന്നിൽ സമാപിച്ച മാർച്ച് മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റുമായ VC കബീർ ഉദ്ഘാടനം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.